ഹലോ, എല്ലാവർക്കും രാജീസ് വെല്ലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചരി മാത്രം ഉപയോഗിച്ച് ഒരു പഞ്ഞി പോലെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പിന് 2.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ കപ്പ് അളവായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഒരു 750 ml വെള്ളത്തോളം വരും കേട്ടോ ഇത്. ആ വെള്ളവും എടുത്ത് അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പച്ചരി, ആ കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരി മാവും എടുത്ത് കലക്കി, വെള്ളവും ചേർത്ത് കലക്കി ഈ ചൂടായിരിക്കുന്ന വെള്ളത്തിലോട്ട് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കണം. ഇത് യോജിപ്പിക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഒഴിക്കുമ്പോൾ തന്നെ കലക്കിയ മാവ് ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും, കുറുകിയും കട്ടിയായി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കുക കേട്ടോ. ഇളക്കി ഇത് മാവ് വേവിച്ച് എടുക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് അപ്പം കിട്ടത്തുള്ളൂ. 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. ചിലപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് തോന്നും, അയ്യോ ഇതങ്ങ് കുറുകിപ്പോയില്ല. അങ്ങനെയല്ല, എന്നാലും ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇത് കുറുക്കി വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ച്, അപ്പത്തിനെന്ന് പറഞ്ഞ് പൊടിച്ച് വാങ്ങുന്നതാണ് മാവ് കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് എടുക്കുന്നത്. ഇത് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കപ്പി കാച്ചി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇത് സംഭവം. കപ്പി കാച്ചിയാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ചേച്ചിയാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്, കപ്പി കാച്ചി ഇങ്ങനെ എടുക്കുന്ന കാര്യം. ചേച്ചി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചേച്ചിയെ കണ്ടാണ് ഞാനും പഠിച്ചത്. ഇത് മാവ് നന്നായിട്ട് തണുക്കണം. ഇതിവിടെ ഇപ്പം മാവ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ആ തണുത്ത മാവിലോട്ട് ആണ് നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന മാവ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇത് ഒരുമിച്ചെടുത്ത് തട്ടി, 1 കിലോ മാവ് പൊടിച്ചത് ഒരുമിച്ചെടുത്ത് തട്ടി ഇളക്കി യോജിപ്പിക്കരുത്. ഓരോ തവി മാവ് വീതം, ഓരോ തവിയോ 2 തവിയോ മാവ് വീതം ഇട്ട് വേണം നമ്മളിത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇതിപ്പം നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാവെള്ളം ചേർക്കാം. തേങ്ങാവെള്ളം നമ്മൾ എടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. ആവശ്യം വരുമ്പോൾ ഇതുപോലെ അപ്പത്തിന് നമ്മൾ പൊടിച്ചിട്ട് വന്ന് കപ്പി കാച്ചി ഉപയോഗിക്കുന്ന സമയത്ത് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച്, ഒരുപാട് അങ്ങ് ഒഴിക്കരുത്, നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ല കേട്ടോ, ഞാൻ വച്ചിരുന്നതാണ്, പക്ഷേ തീർന്നു പോയി. ഇല്ല, ഇപ്പം അടുത്ത് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കപ്പളവും മാവിൻ്റെ അളവും വെച്ച് നമ്മളിങ്ങനെ ചേർത്ത് യോജിപ്പിക്കുന്ന സമയത്ത് മാവ് നല്ല കട്ടിയായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൈവെള്ളം കുടഞ്ഞും ഈ മാവ് നന്നായിട്ട് വിരവിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളമൊന്നും എടുത്ത് വീഴ്ത്തി കളയരുത്. അതിന് പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈവെള്ളം മാത്രമേ കുടഞ്ഞിളക്കാവൂ. ഇതിപ്പം എനിക്കിപ്പം വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇപ്പം വിരവി എടുക്കുമ്പോൾ കറക്റ്റ് അളവിന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒരുപാട് കട്ടിയായി പോകുന്നെന്ന് തോന്നുന്നെങ്കിലുള്ള കാര്യമാണ്. തേങ്ങാവെള്ളമോ കൈവെള്ളമോ കുടഞ്ഞ് നമുക്ക് ഈ മാവ് നന്നായിട്ട് വിരവിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആയാലും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ മിക്കവർക്കും ഇത് അറിയാവുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ കപ്പി കാച്ചുന്ന രീതി ആയിരിക്കില്ല വേറെ ആൾക്കാർ ചിലപ്പോൾ മറ്റുള്ളവർ കപ്പി കാച്ചുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചേച്ചിയുടെ നിന്ന് പഠിച്ച് എടുത്തത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് കിട്ടാറുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഇത് വേണം നമുക്ക് നമ്മൾ വിരവി എടുക്കുമ്പോൾ. പക്ഷെ കൈകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ഇതിലായിരിക്കണം നമ്മൾ നിന്നിട്ട് നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ നമ്മളിത് മാവെടുക്കുമ്പോൾ കണ്ടല്ലോ, രാവിലെ ഈ മാവെടുത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലോട്ട് ഉപ്പ്, പഞ്ചസാര, സോഡാപ്പൊടി, ഇത് 3ഉമാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഇത് സോഡാപ്പൊടിയും 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതിൻ്റെ ഇതറിയാലോ, നമ്മൾ അപ്പത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ആ ഒരു കണക്കിനുള്ള വെള്ളവും ചേർക്കണം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ നമ്മൾ വിരവി വെച്ചിട്ടാണ് ചില ദിവസങ്ങളിൽ എനിക്ക് വെള്ളം ചേർക്കേണ്ടി വരത്തില്ല കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഇതിൽ എനിക്ക് വെള്ളം ചേർത്ത് കലക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കലക്കി യോജിപ്പിച്ചിട്ട് ഞാനിങ്ങനെ വച്ചിട്ട് ഞാനിതിന് അപ്പത്തിനുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ട് വന്നിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. നിങ്ങളും അതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും ഈ കൂട്ടെല്ലാം തയ്യാറാക്കി വച്ചിട്ട് പിന്നെ വേണം ഈ കൂട്ട് തയ്യാറാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അപ്പത്തിന് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഇത് സോഫ്റ്റായിട്ടാണ് കിട്ടുന്നതെന്ന്.
എനിക്കിവിടെ ഇപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കാണുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ശരിയായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഒരിക്കൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ, ശരിയായി കിട്ടും. എല്ലാവരും ഉണ്ടാക്കുക. നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ കപ്പി കാച്ചി ഉണ്ടാക്കുമ്പോൾ പറ്റും. എല്ലാവരും ഉണ്ടാക്കുക.